ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SK Universe 3. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രോഗ്രസ് വീഡിയോ എടുത്തില്ലെങ്കിലും ഇഷ്ടം പോലെ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഡയമണ്ടും കിട്ടി. ഒറ്റ ഡയമണ്ട് കിട്ടിയുള്ളൂ. അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 3rd എപ്പിസോഡായിട്ട് ഇടാമെന്നും പറഞ്ഞിരുന്നായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചു. അത് വെറുതെ ഇട്ട് ആ എപ്പിസോഡ് അല്ല 3rd എപ്പിസോഡായിട്ട് ഇടാന്നാണ് വിചാരിച്ച ഡയമണ്ട് കിട്ടിയത്. ഇതുകൊണ്ട് ആ ചെസ്റ്റിൽ പോയി. ഇത് വേണ്ട ഡയമണ്ട് ഉണ്ടാ. പിന്നെ ഇഷ്ടം പോലെ അയൺ കിട്ടി. ഫുൾ അയൺ ആർമറായി. ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസും ആയി. ഓക്കെ, അപ്പോൾ ഡയമണ്ട് കിട്ടി, ഫുൾ അയൺ ആർമറും ആയി. ഇനിയും കുറച്ച് അയൺ ബാക്കിയുണ്ട്. ഇനി ഇത്ര അയൺ ബാക്കിയുണ്ട്. ആ അയൺ വെച്ച് എന്താ ചെയ്യാം നമുക്ക് നോക്കാം. ഷിയർ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ എവിടെ ഒരു സാധനം നിന്നുണ്ടല്ലേ. അങ്ങനെ ഈ ഷിയർ വെച്ചല്ലേ ചെയ്യണ്ട. ഷിയർ വെച്ചല്ല, ബ്രഷ് അല്ലല്ല ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇത് നമുക്ക് കൊണ്ടുവച്ചേക്കാം. ഇനി പെട്ടിക്കകത്ത് സ്ഥലമില്ല. പുതിയ മോഡിട്ട് ഞാൻ കാണിച്ചായിരുന്ന അത് കാണിച്ചില്ല. അത് ഞാൻ കാണിച്ചുതരാം. പുതിയ മോഡിട്ട് ഇതണ്ട 3D ക്യാപ്ചർ. ഓക്കെ, ഒരു ജസ്റ്റ് കിട്ടി. ഇതൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോഴാണ് ഇൻവെൻട്രി ചെയ്യാനായത്. ഇനി നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് പോകാം. മൈനിങ് ഏരിയയിൽ ഞാൻ ഇവിടെ ഫുള്ള് സ്റ്റെപ്പ് വെച്ച് താഴെ വരെ. അതിനകത്ത് കുറച്ച് സ്റ്റെപ്പ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വല്ല ആവശ്യവും വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇത്രയും ഗ്യാപ്പായിപ്പോയി. ഇവിടെ ഒരു ബ്ലോക്ക്. അത് പിന്നെ സീനില്ല. ഇപ്പോൾ കയറിപ്പോവാനും ഇറങ്ങി വരാൻ ഭയങ്കര സ്പീഡില്ലെങ്കിൽ കയറിപ്പോ കൊടുക്കാത്ത സ്പീഡാണ്. താഴോട്ട് വേണം. താഴെ ഇതാണ് നമ്മൾ കേവ്. ഇവിടെ നിന്നാണ് ഡയമണ്ട് കിട്ടിയത്. ഇത് ഡീപ്പ് സ്ലൈറ്റ് ലെവൽ എത്തി. കുഴിച്ച് നമ്മൾ ഇവിടെ നിന്നല്ല ഡയമണ്ട് കിട്ടിയത്. ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇതിലേക്കൂടെ ഇങ്ങനെ ഒറ്റ വീഴ്ച വന്നു നിർത്തി. ഭാഗ്യത്തിന് ഇതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവിടെയാണ് ഡയമണ്ട് ഇരുന്നത്. ഇവിടെ ഇനി ഇതിൻ്റെ താഴോട്ട് ഞാൻ ടോർച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ക്രീപ്പർ ഇത് ഞാൻ കണ്ടില്ലേ. സോഡ റെഡി. ഡയമണ്ട് സോഡ.
ഇവിടെ ഇവിടെ വെച്ച് ഞാൻ ഓരോട്ട് ചത്തായിരുന്നു. അതാണ് പ്രശ്നം. അയ്യോ, അങ്ങോട്ട് കയറി പോണം. അതാണ് പ്രശ്നം. ലാവ. ഇവിടെ ഇപ്പം രാത്രി തന്നെ. വില്ലേജ്. ഞാൻ റൂട്ട് മാപ്പ് വരെ പഠിച്ചു. ഇപ്പം ചത്ത്. ഓക്കെ, ബെഡ്. ഇത് നമുക്ക് പോവാം. പിന്നെ ലൂട്ടെല്ലാം കയ്യിൽ തന്നെ ഇട്ടു. എന്തിയെ ഇവിടെ എവിടെ ആയിരുന്നു നടക്കണം. എന്ത് വടി? ഇവിടെ എൻ്റെ ഏറ്റവും താഴെയാണ്. ഇതുപോലെ പണ്ടത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലേ ഒരു കേവ്. അതിൽ അഡ്വഞ്ചറിസ്റ്റിക് എല്ലാം ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ അറിയാം. ഡയമണ്ട് ഞാൻ കണ്ട്. അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങ് വന്ന. അല്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരുമായിരുന്നു. അവിടെ ഒരു ബ്ലോക്ക് ഇട്ടടേ. അങ്ങോട്ട് ചാടാല്ലേ? ബ്ലോക്ക് ഇട്ടടേ. പോട്ടെ, ഈ ലാവ എല്ലാം അങ്ങോട്ട് പോട്ട്. എനിക്ക് ലാസ്റ്റ് പണിയായി. ഈ ഡയമണ്ട് തറയപ്പോ ഇവിടെ ഇനി പോകത്തില്ല. പൊട്ടിച്ചോ. ഫസ്റ്റ് സെക്കൻഡ്. ഇനി നമുക്കൊരു സോഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഇത് അടിയിലോട്ടുള്ള വഴിയുണ്ട്. ഓക്കെ, കണ്ടേ പോട്ടെ. മണ്ടേ പൊക്കോ. ഇനി മണ്ടേ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അടുത്ത ഡയമണ്ട് എത്തി ഗൈസ്. ദോ ഇരിക്കുന്നു. ഇവിടെ 2-3 ഉണ്ടായിരുന്ന മതിയായിരുന്നു.
ഓക്കെ. ഓ 3 എത്ര ഡയമണ്ട്? 4 ഡയമണ്ടായി. 5 ഡയമണ്ടായി എല്ലാം കൂടെ കിട്ടി. ആദ്യം തന്നെ ഫുൾ ടൂൾസ് സെറ്റാക്കാം. ഇതുവരെയായിട്ട് മണ്ട കയറിയില്ല. മണ്ട കയറാൻ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഡയമണ്ട് ശ്രദ്ധിച്ച. ഇതിപ്പോ ഏത് സ്ഥലം? ഞാൻ വേറെ ഏതോ സ്ഥലത്തെത്തി. വരുന്നു എൻ്റെ പിറകെ. PVP അതിന് ടോർച്ച് വെച്ച് തീർക്കാം. ചത്തില്ല. ഒന്നും കൂടെ പോയി ചത്ത് നമുക്ക് മണ്ടയിലോട്ട് പോവാം. ഇവിടെ കിടന്നിറങ്ങേണ്ട രക്ഷപ്പെട്ടു. എന്തിയേ എൻ്റെ ഡയമണ്ട് വെച്ചിരുന്ന പെട്ടി? ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് 4 ഡയമണ്ട് കണ്ടുപിടിച്ച്, വേറെ ഡയമണ്ട് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വുഡ് ഓക്കെ. ഡയമണ്ടിൻ്റെ സോഡ്, ഡയമണ്ടിൻ്റെ പിക്കാക്സ്, സോഡ്. ഓഫ്, ഉടനെ ഡ്രാഗൺ തീരും. നോട്ട് ബ്ലോക്ക് 1 2 3 4 ഉണ്ടാക്കിയേക്കാം. ഇവിടെ ഒരു ജൂട്ട് ബോക്സും കാണുമായിരുന്നു. പെട്ടിയിൽ റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്. റെഡ് സ്റ്റോൺ ഈ ജൂട്ട് ബോക്സ് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? റെഡ് സ്റ്റോൺ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്.
ഒട്ട് ഭയങ്കര കുറവ്. ഒട്ട് ഇഷ്ടം പോലെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ സോഡിൻ്റെ പവർ ഞാൻ ചെക്ക് ചെയ്തില്ല. താങ്ക് യു കേട്ടോ. കള്ളപ്പന്നി ഓ ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പോയപ്പം ഒന്ന് സമ്മതിക്കില്ല. ഓക്കെ, ഇനി അവന് എൻ്റെ മണ്ട പൊളിക്കാം. കൊന്ന്. ഇനി ഇതേ കണക്ക് തന്നെ ആർമറും കൂടെ ഒപ്പിച്ചിട്ട് വേണം എനിക്ക് ഡ്രാഗൺ തൊപ്പി കിട്ടി. അവൻ്റെ തൊപ്പി ഓ ഓക്കെ. ഇതുവരെയായിട്ട് ഇറങ്ങിപ്പോയില്ലേ? ഇവൻ്റെ ബ്രെഡ് ആ റോട്ട ഫ്ലഷ് കൊടുക്കുക. ബ്രെഡ് തന്നെ കൊടുക്കുക. എൻ്റെ സാധനം എന്താ? എൻ്റെ ബ്രെഡാണ് ഇത്രയും പോയത്. ഹലോ പശു, ഹലോ പശു. ഓ ഒറ്റയടിക്ക് തീർന്നു. പവർഫുൾ. രണ്ടടി. ഹലോ, ഡ്രാഗണെ കൊന്ന് തീർന്നു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് അവസാനിക്കില്ല. ഞാൻ ഇനി ഓഫ്ലൈനായിട്ട് ഇരുന്ന് ഇലക്ട്രിക് വേണ്ടിയാണ് മെയിനായിട്ട് ഡ്രാഗണെ കൊല്ലുന്നത് തന്നെ. ഒരു എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം. ഡയമണ്ട് ബാക്കി ഇരിപ്പുണ്ടോ? ബാക്കിയില്ല. കോള് കുറച്ച്. ഓക്കെ, ഇനി ഇത് കണക്കുമല്ലോ കുത്തിത്തെറുക്കാൻ ഉണ്ടെങ്കിൽ കുത്തിത്തെറക്കാം.
ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. ബൈ.